സംവിധായകനും UDFന്റെ കോഴിക്കോട്ടെ മേയർ സ്ഥാനാർത്ഥിയുമായ VM വിനുവിന് വോട്ടില്ലാത്തതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയാകാനും കഴിയില്ല. അസാധാരണ സംഭവമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പ്രതികരിച്ചു. വോട്ടർ ID ഉണ്ട്. നാളെ രാവിലെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. കല്ലായിയിൽ പ്രചരണം തുടങ്ങിയതാണെന്നും മത്സരിക്കുന്നു എന്ന് പറഞ്ഞതോടെയാണ് വോട്ട് നിഷേധിക്കപ്പെട്ടതെന്നും VM വിനുവും പറഞ്ഞു. നമുക്ക് പ്രതികരണം ഒന്ന് കേൾക്കാം. അങ്ങനെ ഞാൻ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ വാർഡിൽ കല്ലായിൽ ഞാൻ വളരെ ശക്തമായി പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് ഒരു കാൻഡിഡേറ്റായിട്ട് ഞാനിവിടെ ഈ മത്സരിക്കാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞത് മുതൽ എൻ്റെ വോട്ടില്ല, എനിക്ക് വോട്ടില്ല, എൻ്റെ വോട്ട് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. സാനിയ മനോമിയുണ്ട്. സാനിയ മനോമി, VM വിനു പറയുന്നത് വോട്ട് മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ നിഷേധിക്കപ്പെട്ടു എന്നാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുകയും അത് ഒഴിവാക്കുകയും ഒക്കെ ചെയ്യുന്നത്. കോടതിയെ സമീപിക്കാനാണോ നീക്കം സാനിയു? അങ്ങനെയാണ് അരുൺ. അതായത് വർഷങ്ങളായി ഇവിടെ തന്നെ കോഴിക്കോട് തന്നെ വോട്ട് ചെയ്യുന്നയാളാണ് താനെന്ന് VM വിനു പറയുന്നു. പക്ഷേ ഇത്തവണ വോട്ടില്ലാത്തത് അസാധാരണമായ ഒരു സംഭവമാണെന്നാണ് DCC പ്രസിഡന്റ് പറയുന്നത്. ഇതിനെതിരെ കോടതിയെ സമീപിക്കാൻ നാളെ രാവിലെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് VM വിനുവിന്റെയും DCC നേതൃത്വത്തിന്റെയും തീരുമാനം. ഇന്നിപ്പോൾ ജില്ലാ കളക്ടറെ നേരിട്ട് കണ്ട് രാത്രിയിൽ തന്നെ പരാതി സമർപ്പിച്ചിട്ടുണ്ട്. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ്. കോൺഗ്രസ് അവരുടെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയിരുന്നയാളായിരുന്നു VM വിനു. കല്ലായിയിൽ അദ്ദേഹം വലിയ ശക്തമായ തരത്തിലുള്ള പ്രചാരണ പരിപാടികളും തുടങ്ങിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വോട്ടില്ല എന്നുള്ള കാര്യത്തിലേക്ക് എത്തുന്നത്. ഇത് പൂർണ്ണമായും ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേതാണെന്നും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നടന്ന വോട്ട് ചോരി കേരളത്തിലും സജീവമായി നടക്കുകയാണെന്നും ഈ DCC പ്രസിഡന്റ് കുറ്റപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. അവകാശം നിഷേധിക്കാൻ ആർക്കാണ് അധികാരമുള്ളത് എന്നാണ് VM വിനു ചോദിക്കുന്നത്. ജനാധിപത്യ രാജ്യമാണോ ഇതെന്ന് സംശയിക്കുന്നതായും VM വിനു പറയുന്നുണ്ട്. ഏതായാലും രാഷ്ട്രീയമായ ഒരു പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണെന്നാണ് DCCയുടെ വിശദീകരണം. താങ്ക് യു. സാനിയ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്.